എന്താണ് ഹിരോഷിമ നിഴലുകൾ അഥവാ ന്യൂക്ലിയർ നിഴലുകൾ? 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക വിതറിയ ആറ്റം ബോംബ് സ്ഫോടനത്തിന്റെ ഭീകരമായ ഫലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഹിരോഷിമ ഷാഡോസ്. ആറ്റം ബോംബ് പതിച്ചപ്പോൾ സ്ഫോടനത്തിന്റെ തീവ്രത വളരെ വലുതായിരുന്നു. അത് മനുഷ്യരുടെയും വസ്തുക്കളുടെയും നിഴലുകൾ ഭൂമിയിൽ, ഭിത്തികളിൽ അല്ലെങ്കിൽ മറ്റ് ഉപരിതലങ്ങളിൽ സ്ഥിരമായി പതിപ്പിച്ചു. ബോംബിന്റെ ചൂട് കാരണം നിഴൽ പതിഞ്ഞ ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവശേഷിച്ച ഭാഗം വെന്തുപോവുകയും ചെയ്തു. ഇത് ആ നിഴലുകൾക്ക് ഒരു സ്ഥിരമായ രൂപം നൽകി. ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് ഏകദേശം 15,000 ടൺ TNT-യുടെ ശക്തിയുള്ള ഒരു സ്ഫോടനം തന്നെയായിരുന്നു. ആറ്റം ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിന്റെ തീവ്രമായ താപവും വെളിച്ചവും ഒരു നിമിഷം കൊണ്ട് ചുറ്റുമുള്ള എല്ലാം ചുട്ടുപൊള്ളിച്ചു. ഈ വെളിച്ചം ഒരു വസ്തുവിന്റെയോ മനുഷ്യന്റെയോ പിന്നിൽ പതിച്ചപ്പോൾ ആ വസ്തു അല്ലെങ്കിൽ മനുഷ്യൻ വെളിച്ചത്തെ തടഞ്ഞു. എന്നാൽ ചുറ്റുമുള്ള ഉപരിതലം, ഭിത്തി, നടപ്പാത, പടവുകൾ വെളിച്ചം ഏറ്റ വെളുത്തു. അതിനാൽ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ നിഴൽ ഉപരിതലത്തിൽ സ്ഥിരമായി പതിഞ്ഞു. ഈ നിഴലുകൾ ഹിരോഷിമയിൽ പലയിടത്തും കാണപ്പെട്ടു. ഉദാഹരണത്തിന്, ഒരു പാലത്തിന്റെ പടവുകളിൽ ഒരു വ്യക്തി ഇരുന്ന സ്ഥലത്ത് അയാളുടെ നിഴലിന്റെ രൂപം പതിഞ്ഞത് പ്രശസ്തമാണ്. ഈ നിഴലുകൾ ആണവായുധങ്ങളുടെ ഭീകരതയുടെ ഒരു ദൃശ്യ തെളിവായി നിലനിൽക്കുന്നു. ഈ നിഴലുകൾ ന്യൂക്ലിയർ ഷാഡോസ് എന്നും അറിയപ്പെടുന്നു. ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിൽ ഇത്തരം നിഴലുകൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ നിഴലുകൾ ഒരു തരത്തിൽ സ്ഫോടന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുടെ അവസാന നിമിഷത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പലരും സ്ഫോടനത്തിന്റെ തീവ്രതയിൽ തൽക്ഷണം ബാഷ്പീകരിക്കപ്പെട്ടു. അവരുടെ നിഴലുകൾ മാത്രം ബാക്കിയായി.